ഹായ് ഹലോ, എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ. നമ്മളിന്ന് IPL കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, IPL കുറിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ മത്സരം വരുന്നത് DC യും KKR തമ്മിലാണ്. നമുക്കറിയാം KKR SRH പറയുന്ന മുന്നിൽ നിൽക്കുന്ന ടീമിനെ തോൽപ്പിച്ചിട്ടും DC ചെന്നൈയിനോട് തോറ്റിട്ടുമാണ് വരുന്നത്. അപ്പോൾ ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടുതൽ KKR എങ്കിൽ നമുക്ക് ഒരു പ്ലേയിങ് 11 ഒന്ന് നോക്കി വെക്കാം. നിസംഗ, രാഹുൽ തമ്മിൽ ഓപ്പൺ ചെയ്യുന്നു. പിന്നാലെ റാണ, കരുൺ നായർ, ഹർഷ പട്ടേൽ, സ്റ്റെംസ്, അഷഡോഷ് ശർമ്മ, മിച്ചൽ സ്റ്റാർക്ക്, ലുങ്കി എങ്കിടി, കുൽദീപ് യാദവ്, നടരാജൻ. പിന്നെ റിസ്വി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും. റിസ്വിനെ ഇമ്പാക്ട് പ്ലെയർ ഇറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ ഇറങ്ങി എല്ലാ കളിയും ആൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അല്ലാതെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തിയ കളികൾ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ നിന്നിച്ച് KKR പ്ലേയിങ് നോക്കി നോക്കാം. രഹാനെ, അലൻ തമ്മിൽ ഓപ്പൺ ചെയ്യുന്നു. ദെൻ രഘുവംശി, റിങ്കു സിംഗ്, കാമറോൺ ഗ്രീന്, റോമൻ പവല്, മനീഷ് പാണ്ഡെ, സുനിൽ നരൻ, ആൻകുൽ റോയ്, കാർത്തിക് ത്യാഗി, വരുൺ ചക്രവർത്തി, വൈഭവ് അറോറ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടും വരും. ഇതിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹാനെ വൺ ഡൗണിലേക്ക് മാറിയിട്ട് സുനിൽ നരനെ ഓപ്പണിങ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്ത് ഒരു പവർ ഓപ്പണിങ് പെയർ ആയിരിക്കും ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെന്ത് ചെയ്തു, സുനിൽ നരനെ മാറ്റിയിട്ട് അവർ എന്ത് ചെയ്തു, രഹാനെ ഇറങ്ങാൻ തുടങ്ങി, ക്യാപ്റ്റൻ ഇറങ്ങാൻ തുടങ്ങി. അത് മാറ്റി സുനിൽ നരനെ ആ സ്ഥാനത്തേക്ക് തന്നെ നിയമിക്കണം എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു ആഗ്രഹമുള്ളത്. ഇന്നത്തെ കളി വെച്ച് ഇന്നത്തെ കളിയിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അത് KKR ആണെന്നുള്ളത്. കാരണം KKR ഇപ്പോൾ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. ബാറ്റിങ്ങും അലൻ കൊടുക്കുന്ന സ്റ്റാർട്ടിന് പുറമെ ബാക്കിയുള്ളവർ കളിക്കുന്നുണ്ട്. ബോളിങ് ഒന്നുകൂടി ഡെവലപ്പ് ആയിട്ടുണ്ട്. സുനിൽ നരനും വരുൺ ചക്രവർത്തി നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ ഒന്നുകൂടി ഇരട്ടി ബോളിങ് ആയിരിക്കുന്നുണ്ട് ഡൽഹിയൊക്കെ ഉണ്ട്. പക്ഷെ അവർ കറക്റ്റായിട്ട് ബോൾ ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ആ ഋതം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയാം. ആ ഋതം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ KKR അവർ മുന്നിൽ ഒന്നും അല്ലായിരിക്കാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മത്സരം എന്ത് പറഞ്ഞാൽ KKR ജയിക്കും എന്നുള്ളതാണ്. KKR ജയിച്ചു കഴിഞ്ഞാൽ KKR 9 പോയിൻ്റ് ആവും. സോ ഒന്നുകൂടി എന്ത് ചെയ്യാം, അവർക്ക് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താം. പിന്നീട് 4 മാച്ചസ് ബാക്കിയുണ്ട്. പക്ഷേ ഡൽഹിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഡൽഹിക്കും ജയിച്ചേ പറ്റുള്ളൂ. ഡൽഹിക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കളി വളരെ അനിവാര്യമാണ്. കാരണം ഡൽഹിയുടെ 10 കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കളി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിൽ ഇന്നത്തെ കളി ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 3 കളിയുണ്ട്. സോ 10 പോയിൻ്റ് ആവും. 10 പോയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈയുടെ ഒപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് 3 കളി ബാക്കിയുണ്ട്. 3 കളി ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 പോയിൻ്റ് ആവും. ഞാൻ KKRും അതുപോലെ തന്നെയാണ്. ഇന്നത്തെ കളി ജയിച്ച് കഴിഞ്ഞാൽ 9 പോയിൻ്റ് ആയി. 9 പോയിന്റിൽ നിന്ന് അടുത്ത 4 കളി ജയിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യുക, പ്ലേ ഓഫ് എന്നൊരു സാധ്യത അവിടെ നിലനിർത്താം. പക്ഷേ എങ്കിലും അതിന് മുന്നിൽ നിൽക്കുന്ന ടീമുകൾ തോറ്റാൽ മാത്രമോ എന്ത് ചെയ്യുള്ളൂ, പ്ലേ ഓഫ് എന്നൊരു സാധ്യതയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ സാധ്യത ഉണ്ട്, പുറത്തായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഈ മുന്നിൽ നിൽക്കുന്ന ടീമുകളെ തോൽവി, ജയം, പരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ പെടുത്തിയിട്ടായിരിക്കും ഇവരെ മുന്നിലേക്കുള്ള പോക്കും താഴ്ചയൊക്കെ തീരുമാനിക്കുക. അപ്പോൾ 10 ടീമുകൾക്ക് പ്ലേ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.